ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മളിന്ന് അടിപൊളിയൊരു ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക്, ഇഞ്ചി, പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ലിവറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ടീസ്പൂണെങ്കിലും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല കളറ് കിട്ടുകയും ചെയ്യും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 6 ടീസ്പൂൺ എടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് 1.5 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് 1 മണിക്കൂറായാലും കുഴപ്പമില്ല. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയുടെ സ്മെല്ല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മസാല ഒന്നും വേസ്റ്റ് ആക്കണ്ട. ആ പാത്രത്തിലുള്ള മുഴുവൻ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഞാൻ ഇതിലുള്ള മസാല മുഴുവൻ ഇതിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ മസാല കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇത് വറ്റുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിക്കരുത്. അപ്പോൾ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ലിവർ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാനിതിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം. വെള്ളം വറ്റിയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ. ഇപ്പം നന്നായി വെന്ത് വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.